മാതൃഭൂമി പ്രേക്ഷകർക്കും നമസ്കാരം. ഇന്ന് ശിശുദിനം. ചാച്ചാജി എന്ന് കുട്ടികൾ ഏറെ സ്നേഹത്തോടെ വിളിച്ചിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, അതായത് ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി, അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് ഇന്ന്. ഐക്യരാഷ്ട്രസഭയുടെ ആഹ്വാനപ്രകാരം ആഗോള ശിശുദിനം നവംബർ 20-നാണ് ആഘോഷിക്കുന്നത്. എന്നാൽ ഇന്ന്, അതായത് ചാച്ചാജിയുടെ ജന്മദിനമായ നവംബർ 14-നാണ് എല്ലാ വർഷവും ഇന്ത്യയിൽ ശിശുദിനം ആഘോഷിക്കുന്നത്. ജവഹർലാൽ നെഹ്റു എന്ന പേരിലെ ജവഹർ ഒരു അറബി പദമാണ്. ഈ പദത്തിൻ്റെ അർത്ഥം ഒരു അമൂല്യ രത്നം എന്നാണ്. അദ്ദേഹത്തിൻ്റെ പേര് പോലെ തന്നെ അദ്ദേഹം നമ്മുടെ ഭാരതത്തിൻ്റെ ഒരു അമൂല്യ രത്നം തന്നെയാണ്. ആ ഓർമ്മകൾക്ക് മുമ്പിൽ ശിരസ് നമിച്ചുകൊണ്ട് ഇന്നത്തെ ചിൽഡ്രൻസ് ഡേ സ്പെഷ്യൽ മോർണിംഗ് ഷോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളെല്ലാവരും പലതരം സ്കൂളുകളിലാണല്ലേ പോകുന്നത്. നമ്മൾ രാവിലെ എണീക്കുന്നു, യൂണിഫോം ഇടുന്നു, സ്കൂൾ ബസ്സിൽ കയറി പോകുന്നു, ടീച്ചേഴ്സ് വന്ന് പഠിപ്പിക്കുന്നു. പക്ഷേ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി പ്രവർത്തിക്കുന്ന പലതരം സ്കൂളുകളും നമ്മുടെ ലോകത്തുണ്ട്. അപ്പോൾ ഇന്ന് ചിൽഡ്രൻസ് ഡേയിൽ നമുക്ക് അത്തരം ചില സ്കൂളുകളെ പരിചയപ്പെട്ടാലോ? 2002-ലാണ് ഫോറസ്റ്റ് സ്കൂൾ എന്ന ആശയം ആദ്യമായി നിലവിൽ വന്നത്. 2011-ൽ ഇത് വീണ്ടും പുനരാരംഭിക്കുകയും മറ്റു രാജ്യങ്ങളും ഈ മാതൃക പിന്തുടരാനും തുടങ്ങി. ഫോറസ്റ്റ് സ്കൂളുകളിൽ കുട്ടികൾ ആത്മവിശ്വാസം വളർത്തുകയും സ്വന്തമായി എന്തും നേരിടാനുള്ള കഴിവ് വർദ്ധിപ്പിക്കുകയും എന്ന ലക്ഷ്യവും മുൻനിർത്തുന്നു. ആത്മവിശ്വാസം വളർത്തുക, ആത്മാഭിമാനം വർദ്ധിപ്പിക്കുക, എല്ലാ കാര്യങ്ങളും സ്വന്തമായി അറിഞ്ഞു പഠിക്കുക എന്നിവയ്ക്കൊപ്പം പ്രകൃതിയോടുള്ള ഇണങ്ങിയുള്ള ജീവിതം നയിക്കുക എന്നതും ഇവിടെ ഫോറസ്റ്റ് സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒന്നാണ്. ഈ ആശയം ഇപ്പോൾ ഓസ്ട്രേലിയ, കാനഡ, ജർമ്മനി, ന്യൂസിലാൻഡ്, USA, മലേഷ്യ, സ്വിറ്റ്സർലാൻഡ്, സ്പെയിൻ, ലണ്ടൻ എന്നിവിടങ്ങളിലും മറ്റു രീതികളിൽ പ്രാവർത്തികമാക്കി വരുന്നു. ബംഗ്ലാദേശിലാണ് ഈ ഫ്ലോട്ടിംഗ് സ്കൂളുകൾ കാണാനാകുന്നത്. ശിഥിലൈ സ്വർണിവർ സാങ്സ്ഥ നടത്തുന്ന ലാഭേച്ഛയില്ലാത്ത സംഘടനയാണ് ഫ്ലോട്ടിംഗ് സ്കൂളുകൾക്ക് തുടക്കമിട്ടത്. മഴക്കാലത്ത് സ്കൂളിൽ പോകാൻ കഴിയാതെ എന്ന ബംഗ്ലാദേശിലെ കൂട്ടുകാർക്ക് സൗരോർജ്ജം വഴി പ്രവർത്തിക്കുന്ന ഫ്ലോട്ടിംഗ് സ്കൂളുകൾ ഒരാശ്വാസം തന്നെയായി. ഈ ചിന്തയിലേക്ക് ശിഥിലയെ എത്തിച്ചത് മറ്റൊരു ചിന്തയായിരുന്നു. കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകാനായില്ലെങ്കിൽ സ്കൂൾ അവർക്കരികിലെത്തണം. ക്ലാസ് മുറിയിലെ ലാപ്ടോപ്പ് കുട്ടികൾക്ക് ഇമെയിൽ നോക്കാനും വിദ്യാഭ്യാസ വെബ്സൈറ്റുകൾ സന്ദർശിക്കാനുമുള്ളതാണ്. സ്കൂളിൽ സ്ഥാപിച്ചിട്ടുള്ള റാന്തൽ വിളക്കുകളാണ് കുട്ടികളെ രാത്രിയിൽ പഠിക്കാൻ സഹായിക്കുന്നത്. സ്ത്രീകൾക്കും ഈ റാന്തൽ വിളക്കുകളുടെ സഹായത്തോടെ ജോലിയിൽ ഏർപ്പെടാവുന്നതാണ്. കുട്ടികളുടെ രക്ഷിതാക്കളെയും അയൽവാസികളെയും വരെ ഫ്ലോട്ടിംഗ് സ്കൂൾ പഠിപ്പിക്കുന്നുണ്ട്. ആരോഗ്യവും തൊഴിൽ മേഖലകളുമൊക്കെയാണ് വിഷയങ്ങൾ. ഈ പ്രവർത്തനം ഇപ്പോൾ 70,000 കുട്ടികൾക്കാണ് സഹായമാക്കുന്നത്. ഇതുപോലുള്ള പ്രവർത്തനങ്ങളിൽ നിന്നും നാം തീർച്ചയായും പ്രചോദനം ഏറ്റുവാങ്ങണം. ജപ്പാനിലെ കുഡാൻ എലമെന്ററി സ്കൂളാണ് ക്ലാസുകളിൽ റോബോട്ട് അധ്യാപികയെ കൊണ്ടുവന്ന് പരിഷ്കാരങ്ങൾ ആരംഭിച്ചത്. സായ എന്നാണ് ഈ ശാസ്ത്രാധ്യാപികയുടെ പേര്. പുരികം വെട്ടിക്കാനും ചിരിക്കാനും കഴിയുന്ന സായയ്ക്ക് മുഖത്ത് 6 വിവിധ ഭാഗങ്ങൾ കൊണ്ടുവരാനാകും. The special features of Saya is that she can express human-like facial expressions. ശാസ്ത്രത്തിന്റെ കൗതുക ലോകം കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ സായയ്ക്ക് തീർച്ചയായും കഴിയും എന്ന് സായയുടെ സൃഷ്ടാവ് പ്രൊഫസർ ഹിരോഷി കൊബയാഷി പറയുന്നു. വിദ്യാലയത്തിലെ അധ്യാപകരുടെ എണ്ണക്കുറവിനും സായ തന്നെ പരിഹാരം എന്നും ഹിരോഷി പ്രൊഫസർ അഭിപ്രായപ്പെടുന്നു. ജാപ്പനീസ് കമ്പനികളിലെ റിസപ്ഷനിസ്റ്റ് എന്ന സ്ഥാനം വഹിച്ചിരുന്ന സായയാണ് അധ്യാപികയുടെ അവതാരത്തിലെത്തുന്നത്. സായ ടീച്ചർ ക്ലാസ്സിൽ വന്നതും കൊച്ചു മിടുക്കന്മാർക്കും മിടുക്കികൾക്കും ഉത്സാഹമേറി. ടീച്ചറുടെ മുടി തൊട്ടു നോക്കിയും കവിൾ വലിച്ചു പിടിച്ച് രസിക്കുകയുമായിരുന്നു കുട്ടികൾ. സായ ടീച്ചറുടെ ക്ലാസുകൾക്ക് ശേഷം 10 വയസ്സുകാരൻ നനാക്കോ ലിജിമ പറഞ്ഞു, It's so much more fun than regular classes. It was great seeing it moving and speaking. പതിവ് ക്ലാസുകളെക്കാളും ഏറെ രസകരവും കൗതുകകരവുമായിരുന്നു സായ ടീച്ചറുടെ ക്ലാസ്. ഈ സംരംഭം വിജയമായതിനാൽ ഉടനെ തന്നെ മറ്റു വിദ്യാലയങ്ങളിലും റോബോട്ട് ടീച്ചർമാരെ പ്രതീക്ഷിക്കാം.
നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സ്കൂളുകളൊക്കെ നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞങ്ങൾ കരുതുന്നു. നമ്മുടെ കേരളത്തിലും ഇതുപോലെ വ്യത്യസ്തമായ സ്കൂളുകൾ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അവിടെ പോയി പഠിക്കാമായിരുന്നു. ഇനി നമുക്ക് കുട്ടികൾക്കുള്ള ചില സംശയങ്ങളിലേക്ക് പോകാം. എന്ത് ആഹാരം കഴിക്കണം, എത്ര കഴിക്കണം, എപ്പോൾ കഴിക്കണം, എങ്ങനെ കഴിക്കണം, ഇതൊക്കെ നമുക്കുള്ള സ്ഥിരം സംശയങ്ങളാണ്. നമുക്ക് മാത്രമല്ല, നമ്മുടെ മാതാപിതാക്കൾക്കും എല്ലാവർക്കും ഉള്ളതാണ്. അപ്പോൾ നമ്മുടെ ആരോഗ്യ പരിപാലനത്തെക്കുറിച്ച് നമുക്കൊരു ഡോക്ടറോട് ചോദിച്ചാലോ? ഗുഡ് മോർണിംഗ് ഡോക്ടർ. മോർണിംഗ്. അപ്പം ഞാനിന്ന് ഞങ്ങളുടെ എൻ്റെ കൂട്ടുകാരെ റെപ്രസെൻ്റ് ചെയ്ത് ചില ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പോവാണ് ഡോക്ടറോട്. ആദ്യമായിട്ട് ചോദിക്കാനുള്ളത്, ഇത് രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും ഉള്ളൊരു ഒരു ഡൗട്ടാണ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ലഞ്ച് ആയാലും ഡിന്നർ ആയാലും ഉച്ചയ്ക്ക് വൈകുന്നേരം സ്നാക്സ് ആയാലും എന്തൊക്കെ ഭക്ഷണമാണ് ഒരു കുട്ടിയുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടത്? ഒരു ബാലൻസ്ഡ് ഡയറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുവാണ്, ആ ഫുഡിൽ ആവശ്യത്തിനുള്ള കാർബോഹൈഡ്രേറ്റ് വേണം, ലൈപ്പിഡ്സ് വേണം, പ്രോട്ടീൻ വേണം, വിറ്റാമിനുകൾ വേണം, മിനറൽ വേണം. ഇതൊക്കെയാണ് സാധാരണ ഫൈബർ കണ്ടന്റ്. ഇത്രയും ആഹാരമുള്ള ഫുഡിനെയാണ് നമ്മളൊരു ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്. ഈ ബാലൻസ്ഡ് ഡയറ്റ് കഴിച്ചാൽ നമ്മൾ അത് അഡൽട്ടിനായാലും കുട്ടികളായാലും ഫുഡ് എപ്പോഴും ബാലൻസ്ഡ് ഡയറ്റ് തന്നെ ആയിരിക്കും. എന്നാലേ അവർക്ക് വേണ്ട വെയിറ്റും ബാക്കിയുള്ള പ്രതിരോധ ശക്തിയും എല്ലാം ഉണ്ടാവുകയുള്ളൂ. ഏതൊക്കെ സമയത്താണ് ഒരു ആരോഗ്യമുള്ള ഒരു കുട്ടി ഭക്ഷണം കഴിച്ചിരിക്കേണ്ടത്? സാധാരണഗതിയിൽ കുട്ടികൾ നമ്മൾ സാധാരണ കഴിക്കുന്നത് രാവിലെ കഴിക്കാറുണ്ട്, ഉച്ചയ്ക്ക് കഴിക്കാറുണ്ട്, വൈകുന്നേരത്തും രാത്രിയും ആണ് ആഹാരം കഴിക്കുന്നത്. ഇതിനിടയ്ക്ക് ലഘുഭക്ഷണം ആവാം. പ്രായത്തിനനുസരിച്ചുള്ള വെയിറ്റ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം കുട്ടികൾ. ഈ വെയിറ്റ് കുറയുമ്പോഴാണ് അവർക്ക് മാൽ ന്യൂട്രീഷൻ വരുന്നത്. നമ്മൾ എങ്ങനെയാണ് അറിയുക കുട്ടിക്ക് ഇത്ര വെയിറ്റ് വേണം? ഉദാഹരണത്തിന് ഒരു എക്സാമ്പിൾ, ഒരു 4 വയസ്സുള്ള ഒരു കുട്ടിക്ക് നമ്മൾ ആവറേജ് ഒരു 16 കിലോ വെയിറ്റ് വേണം. ആ കുട്ടിക്ക് ഇപ്പോൾ 16 കിലോയ്ക്ക് അതിന് പകരം 12 കിലോയോ 15 കിലോ ഒക്കെ ഉള്ളെങ്കിൽ അവൻ ഇപ്പം 4 നേരം 5 നേരം 6 നേരം കഴിക്കുന്നതിനും കുഴപ്പമില്ല. പക്ഷേ 4 വയസ്സുള്ള ഒരു കുട്ടി 16 കിലോയ്ക്ക് പകരം 20 കിലോ ഉണ്ടെങ്കിൽ അവൻ അധികം നേരം ഒരുപാട് ഫുഡ് കഴിക്കാൻ പാടില്ല. അവൻ്റെ പ്രായത്തിനനുസരിച്ചുള്ള വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യണം, പൊക്കത്തിനനുസരിച്ചുള്ള വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യണം. ഞാൻ ഒരു എക്സാമ്പിൾ 4 വയസ്സെന്ന് പറഞ്ഞതേ ഉള്ളൂ. ഡോക്ടർ, അടുത്തായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പം കുട്ടികളുടെ ചുറ്റും ഒരുപാട് ജങ്ക് ഫുഡ് ഉണ്ട്. അപ്പം ഈ ജങ്ക് ഫുഡിന് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് ഡോക്ടറിന് എന്തൊക്കെയാണ് പറയാനുള്ളത്? ജങ്ക് ഫുഡ് എന്ന് വെച്ചാൽ ഈ ഒരു ആഹാരത്തിൽ അതിൽ കുട്ടികൾക്ക് ആവശ്യമുള്ള ഒരു പോഷക ഗുണങ്ങളും ഈ ജങ്ക് ഫുഡുകളിലില്ല. ഇപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിൽ ഇരുന്നാൽ തന്നെ നമ്മുടെ OPകളിൽ വയറുവേദനയായിട്ടും ഫുഡ് അലർജിയുമായിട്ടും മുമ്പത്തേക്കാളും ഒരുപാട് കുട്ടികൾ ഇപ്പോൾ വരുന്നുണ്ട്. കൂടുതലും ജങ്ക് ഫുഡുകൾ കഴിച്ച കുട്ടികൾക്കാണ് കൂടുതലായിട്ടും ഇത് കാണുന്നത്. അതുകൊണ്ട് കഴിയുന്നത് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പ്രിപ്പയർ ചെയ്യുന്ന നമ്മുടെ അമ്മയും ഒക്കെ ഉണ്ടാക്കി തരുന്ന ഫുഡുകൾ തന്നെ നമ്മൾ കൂടുതലും പ്രിഫർ ചെയ്യുന്നതായിരിക്കും നല്ലത്. ജങ്ക് ഫുഡുകൾ കഴിയുന്നതും ഒഴിവാക്കുക. ഡോക്ടർ, പലപ്പോഴും ഇന്നത്തെ കാലത്തുള്ള കുട്ടികൾക്ക് വെളിയിലൊന്നും പോയി കളിക്കാനും ഓടിച്ചാടി കളിക്കാനൊന്നും കഴിയുന്നില്ല. ഇപ്പം നിങ്ങളുടെ കുട്ടിക്കാലത്താണെങ്കിൽ തന്നെ നിങ്ങൾക്ക് നല്ലതായിട്ട് ഫിസിക്കൽ എക്സസൈസ് ഉണ്ട്, പക്ഷേ ഞങ്ങളിൽ പലർക്കും അതില്ല ഇപ്പോൾ. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ വ്യായാമം ചെയ്യേണ്ടതുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ അവർ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഞങ്ങൾ സ്കൂളുകളിൽ കിലോമീറ്ററുകൾ നടന്നാണ് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. ഇന്നത്തെ കാലഘട്ടം മിക്ക കുട്ടികളും സ്കൂളിൽ വരുന്നത് ഒന്നീ സ്കൂൾ വാനിലായിരിക്കും, കാറിലായിരിക്കാം. അപ്പോൾ അവർക്കുള്ള എക്സർസൈസ് കുറവാണ് കുട്ടികൾക്ക്. അത് പാടില്ല. അതുകൊണ്ട് എക്സർസൈസ്, ഒരു ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് എല്ലാ കുട്ടികളും ഒരു അരമണിക്കൂറെങ്കിലും എല്ലാ ദിവസവും ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ഒരു ശിശുദിന ആശംസകൾ കൂടെ ഡോക്ടർ. എല്ലാ കുട്ടികൾക്കും എൻ്റെ ശിശുദിന ആശംസകൾ.